പെരിക്കലൂർ പൗരസമിതിയും വോളി ക്ലബ്ബും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഓൾ കേരള വോളിബോൾ ടൂർണമെൻറ്റ് നാളെ 14-ാം തീയതി ശനിയാഴ്ച വൈകുന്നേരം 6 മണി മുതൽ പെരിക്കലൂർ സെൻറ് തോമസ് ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ വെച്ച് നടത്തപ്പെടുകയാണ്. 1-ാം സ്ഥാനക്കാർക്ക് തേക്കുമൂട്ടിൽ TC ജോർജ് മെമ്മോറിയൽ ട്രോഫിയും 15,001 രൂപയും, 2-ാം സ്ഥാനക്കാർക്ക് അമ്പലക്കുന്നേൽ മറിയം മെമ്മോറിയൽ ട്രോഫിയും ഇസ്രയേൽ സ്പോൺസർ ചെയ്യുന്ന 10,001 രൂപയും നൽകുന്നു. ഈ ടൂർണമെൻറ്റ് പെരിക്കലൂർ സെൻറ് തോമസ് പള്ളി വികാരി ഫാദർ ജോർജ് കപ്പുകാലയിൽ ഉദ്ഘാടനം നിർവഹിക്കുന്നതാണ്. പ്രവേശനം സൗജന്യമായാണ് നടത്തപ്പെടുന്നത്. പെരിക്കലൂർ പൗരസമിതിയും വോളി ക്ലബ്ബ് പെരിക്കലൂരും സംയുക്തമായി ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കുന്ന ഓൾ കേരള വോളിബോൾ ടൂർണമെൻറ്റ് നാളെ വൈകുന്നേരം 6 മണിക്ക് നമ്മുടെ പെരിക്കലൂർ സെൻറ് തോമസ് ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ വെച്ച് ഉദ്ഘാടനം ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട സെൻറ് തോമസ് പള്ളി വികാരി ജോർജ് കപ്പുകാലയിൽ അച്ഛനാണ് ഇത് ഉദ്ഘാടനം ചെയ്ത് നമ്മോട് സംസാരിക്കുന്നത്. പെരിക്കലൂർ പൗരസമിതിയെ സംബന്ധിച്ചിടത്തോളം നിരവധിയായ പ്രവർത്തനങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഈ ടൂർണമെൻറ്റിലെ 1-ാം സമ്മാനമായി നൽകുന്ന TC ജോർജ് മെമ്മോറിയൽ ട്രോഫിയും 15,001 രൂപയുമാണ് സമ്മാനമായി നൽകുന്നത്. 2-ാം സമ്മാനം അമ്പലക്കുന്നേൽ മറിയം മെമ്മോറിയൽ ട്രോഫിയും 10,001 രൂപയും സമ്മാനമായി നൽകുന്നു. ഈ ടൂർണമെൻറ്റിലെ ജില്ലാ, സംസ്ഥാന, യൂണിവേഴ്സിറ്റി താരങ്ങൾ വിവിധ ടീമുകൾക്കായി അണിനിരക്കുന്നുണ്ട്. ടൂർണമെൻറ്റിലെ ഏറ്റവും നല്ല സ്ട്രൈക്കർ, ലിബറോ, ഡിഫൻഡർ എന്നിവർക്ക് ജോസ് മെമ്മോറിയൽ ട്രോഫിയും നൽകുന്നതാണ്. വയനാട്ടിലെ പ്രമുഖ ടീമുകൾക്ക് വോളി ക്ലബ്ബ് വാളാട്, ചലഞ്ചേഴ്സ് പാപ്പളശ്ശേരി, ദൃശ്യ അത്തിക്കൊല്ലി, EV ബിൽഡേഴ്സ് എന്നീ പേരുകളിൽ 4ഓളം പ്രമുഖ ടീമുകളാണ് അണിനിരക്കുന്നത്. കഴിഞ്ഞ 1.5 വർഷക്കാലമായി പെരിക്കലൂർ പൗരസമിതി പ്രദേശത്ത് സജീവമായ പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. ശ്രീ ജോസ് നെല്ലേടം, കലേഷ് PS എന്നിവർ രക്ഷാധികാരികളായി 40 ലക്ഷം രൂപ നമ്മുടെ പ്രദേശത്തെ പ്രിയ സുഹൃത്തിൻ്റെ കരൾമാറ്റ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് പിരിച്ചുകൊണ്ടാണ് പെരിക്കലൂർ പൗരസമിതി ഈ പ്രദേശത്ത് പ്രവർത്തനത്തിന് ഇറങ്ങുന്നത്. അതിനുശേഷം 3 ലക്ഷം രൂപയോളം പിരിച്ച് 33ഓളം ആളുകൾക്ക് ചികിത്സാ ആനുകൂല്യങ്ങൾ നൽകുന്നതിനും പൗരസമിതിക്ക് സാധ്യമായിട്ടുണ്ട്. പ്രദേശത്തെ ഹൈമാക്സ് ലൈറ്റ് പ്രവർത്തനരഹിതമായി കിടക്കുകയായിരുന്നു. പഞ്ചായത്ത് തലത്തിൽ പോലും നിരവധിയായ അപേക്ഷകൾ കൊടുത്തിട്ട് പോലും നന്നാക്കാതിരുന്ന ഹൈമാക്സ് ലൈറ്റ് നന്നാക്കിയെടുക്കുന്നതിനും പൗരസമിതിക്ക് സാധ്യമായിട്ടുണ്ട്. പ്രദേശത്തെ നിർധനരായ ആളുകളുടെ കുടിവെള്ള കണക്ഷൻ, അതുപോലെ തന്നെ വൈദ്യുതി കണക്ഷൻ എന്നിവ പോലും എടുക്കാൻ കഴിയാത്ത ആളുകൾ നമ്മുടെ പ്രദേശത്തുണ്ട് എന്ന് പൗരസമിതിയുടെ പ്രവർത്തനമായി ഇറങ്ങിയപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. അങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തി അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുവാനും പൗരസമിതിക്ക് സാധ്യമായിട്ടുണ്ട്. മറ്റ് വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത നിലവാരം പുലർത്തിയ ആളുകളെ കണ്ടെത്തി അവരെ അനുമോദിക്കുന്നതിനും അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുന്നതിനും ഒപ്പം തന്നെ അവരെ ചേർത്ത് പിടിക്കുന്നതിനും നിർധനരായ കുട്ടികൾക്ക് പഠന ആനുകൂല്യത്തിന് വേണ്ട സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കുന്നതിനും പൗരസമിതിക്ക് സാധ്യമായിട്ടുണ്ട്. അങ്ങനെ സമസ്ത മേഖലകളിലും സജീവമായി സമാനതകളില്ലാത്ത പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് നാളിതുവരെയായി പൗരസമിതിക്ക് സാധ്യമായി എന്നുള്ളത് വളരെയധികം സന്തോഷകരമായ ഒരു കാര്യമാണ്. ഇപ്പോഴും നമ്മൾ ഈ വോളിബോൾ ടൂർണമെൻറ്റുമായി ബന്ധപ്പെട്ട് നടത്തുന്നത് പ്രദേശത്തെ നിർധനരായ രോഗികളായ ആളുകളെ ചേർത്ത് പിടിക്കാൻ അതിൽ കിട്ടുന്ന സാമ്പത്തികം അവർക്ക് നൽകിക്കൊണ്ട് അവരെയും നമ്മുടെ പൊതുസമൂഹത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിനുള്ള ഒരു ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് പൗരസമിതിയുടെ ഈ പ്രവർത്തനവുമായി നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. നാളെ നടക്കുന്ന വോളിബോൾ ടൂർണമെൻറ്റിലേക്ക് മുഴുവൻ ആളുകളെയും ഹാർദവമായി ക്ഷണിക്കുകയാണ്. അകമഴിഞ്ഞ സഹകരണം എല്ലാവരുടെയും ഉണ്ടാകണം. തികച്ചും സൗജന്യമായാണ് ഈ പ്രവർത്തനം നടത്തുന്നത്. പെരിക്കലൂർ പൗരസമിതിയും ഒപ്പം വോളി ക്ലബ്ബും സംയുക്തമായി നടത്തുന്ന ഈ വോളിബോൾ ടൂർണമെൻറ്റിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. മുഴുവൻ ആളുകളെയും ഈ വേദിയിലേക്ക്, ഈ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയം പെരിക്കലൂരിലേക്ക് ക്ഷണിക്കുകയാണ്. പുൽപ്പള്ളി ന്യൂസിന് വേണ്ടി ഡാമിൻ ജോസഫ്.